നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എംബാപ്പെ ഗോൾ അടിച്ചു കൂട്ടുന്നു, മനം കവരുന്നു, PSG കുതിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നോക്കുക, PSG വേണ്ടി കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം. 5 കളികളിൽ നിന്ന് കിലിൻ എംബാപ്പെ നേടിയത് 9 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ്. 7 ഷോട്ട്സ് പെർ ഗെയിം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. 8 കീ പാസുകൾ, 3.2 സക്സസ്ഫുൾ ഡ്രിബിൾസ് പെർ ഗെയിം, 26.3 ടച്ചസ് പെർ ഗോൾ ഇൻവോൾവ്മെന്റ്, 9.2 ആണ് സോഫാസ്കോർ.കോമിന്റെ ആവറേജ് റേറ്റിംഗ്. കഴിഞ്ഞ കളികൾ നോക്കുക. ഇപ്പൊ ഇന്നലെ കോപ്പ് ഡി ഫ്രാൻസിൽ ഓർലിയൻസിനെ PSG 4-1 തോൽപ്പിക്കുമ്പോൾ 2 ഗോളുകളും 2 അസിസ്റ്റും അദ്ദേഹത്തിന്റെ പേരിലാണ്. ലെൻസിനെ PSG തോൽപ്പിക്കുമ്പോൾ 2-0 തോൽപ്പിക്കുമ്പോൾ ഗോളും അസിസ്റ്റും കിലിൻ എംബാപ്പെ. പിന്നെ US റെവലിനെ ഏകപക്ഷീയമായി 9 ഗോളിന് കോപ്പ് ഡി ഫ്രാൻസിൽ PSG തകർത്ത് തരിപ്പണമാക്കിയിരുന്നല്ലോ. ആ കളിയിൽ ഹാട്രിക്കും അസിസ്റ്റും അദ്ദേഹം നേടിയിരുന്നു. അതുപോലെ ടൊളൂസക്കെതിരെ 2-0 PSG വിജയിക്കുമ്പോൾ 1 ഗോൾ എംബാപ്പയുടെ വകയായിരുന്നു. അതുപോലെ മെറ്റ്സിനെ 3-1 തോൽപ്പിക്കുമ്പോൾ 2 ഗോളുകൾ എംബാപ്പയുടെ വകയായിരുന്നു. അങ്ങനെ ഗോൾ അടിച്ചും അസിസ്റ്റ് നൽകിയും കിലിൻ എംബാപ്പെ കുതിച്ചു പായുന്ന കാഴ്ച. ഇന്നലത്തെ വിജയത്തോടു കൂടി ഇപ്പോ കോപ്പ് ഡി ഫ്രാൻസിൽ റൗണ്ട് ഓഫ് 32 കടന്ന് PSG മുന്നോട്ട് പോകുന്നു. ലീഗ് 1 അവർ ഒന്നാമതാ. ലീഗ് 1 ഇപ്പം 18 കളികളിൽ നിന്ന് ആകെ ഒരേ ഒരു കളിയെ അവർ തോറ്റുള്ളൂ. 43 പോയിന്റോടെ PSG കുതിക്കുകയാണ്. അപ്പൊ എംബാപ്പെ ഗോൾ അടിക്കുന്നു, വലകുലുക്കുന്നു, മനം കവരുന്നു, PSG കുതിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ ഗോൾ അടിച്ചു കൂട്ടലും മനം കവറലും ഒന്നും മുമ്പ് പിടിക്കാത്ത പലർക്കും ഇപ്പൊ നന്നായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ ജേഴ്സിയൊക്കെ, മെസ്സിയുടെ ജേഴ്സിയൊക്കെ അദ്ദേഹം ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോ പലരുടെയും മനം അദ്ദേഹം കൂടുതൽ കവരുന്നുണ്ട് എന്നാണ് അറിവ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.